ഇൻ്റഗ്രേഷൻ എന്ന 7ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം അവയുടെ നോട്ട്സ് എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 റിസൾട്ടുകൾ നമ്മൾ പഠിക്കുകയാണ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് വേണ്ട, ഇതിൻ്റെ റിസൾട്ട് ഓർത്താണ്, അതിനെ ബേസ് ചെയ്തുള്ള അതാണ് പർട്ടിക്കുലർ ഫങ്ഷൻസ്. ഇതുവരെ നമ്മൾ പഠിക്കാത്ത ഒരു മോഡലാണ്. അതിൽ ആദ്യത്തെ 3 പറയുന്നതാണ് ഇൻ്റഗ്രൽ 1/s² - a² dx. അതായത് ഇവിടെ എക്സിൻ്റെ ഒരു ടേമിൻ്റെ സ്ക്വയറിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് ടേമിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ വരുമെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് 1/2a log x - a/x+. ഇവിടെ s² - a² ആണ്. ആദ്യം കോൺസ്റ്റന്റിന്റെ സ്ക്വയർ മൈനസ് s² തിരിച്ചു വന്നാൽ അത് ഇതുപോലെ തന്നെയാണ് ഫോർമുല. ഇവിടെ ഒരു വ്യത്യാസം 1/2a ഉണ്ട്, log a - x/log a+x+c മോഡ് വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. അത് മൂന്നാമത്തെ ഈ ടൈപ്പിലുള്ളത് ഇവിടെ s² - a² പറഞ്ഞ് തിരിച്ച് a² - s² പറഞ്ഞ് അടുത്തത് s² + a² വന്നാൽ അതിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയാണെന്ന് അത് 1/a tan ഇൻവേഴ്സ് x/a+. ഈ 3 ഒരു സെറ്റാണ്. അവിടെ സ്ക്വയർ റൂട്ട് ഒന്നും ഡിനോമിനേറ്ററിൽ വരുന്നില്ല. ന്യൂമറേറ്ററിലെല്ലാം നമുക്ക് 1 ആണ് വന്നിരിക്കുന്നത്, 1dx. ഇതിൻ്റെ എല്ലാം ന്യൂമറേറ്ററിൽ 1 ആണ് വരുന്നത്. അതിൽ താഴെ സ്ക്വയർ റൂട്ട് ഒന്നും വരാത്ത ഡയറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യത്തെ രണ്ടും ഒരേപോലുള്ള ഫോർമുലയാണ്. ഇത് മാത്രം ഇതിനെല്ലാം 1/a എന്നുള്ള 1/2a ഇവിടെ 1/a എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ തുടങ്ങും. അടുത്ത 3 ഡിനോമിനേറ്റർ സ്ക്വയർ റൂട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 3 തന്നെ സ്ക്വയർ റൂട്ടിനകത്ത് വരികയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് dx/√s² - a² വരികയാണെങ്കിൽ ലോഗ് ഇവിടെ 1 എന്ന് പറഞ്ഞ് തുടങ്ങുന്നില്ല, ലോഗയിലാണ് തുടങ്ങുന്നത്. ലോഗ് x + √s² - a²+c ലോഗ് കഴിഞ്ഞ് x+1 പറഞ്ഞ് ഇത് രണ്ടും തുടങ്ങണം. അതിനുശേഷം ഇവിടെ വരുന്ന എന്തോ ക്വാണ്ടിറ്റി ആണോ അത് ഇങ്ങോട്ട് എഴുതണം, മോഡ്, ലോഗ് മോഡ് എന്ന് പറഞ്ഞ് എഴുതും. നേരെ മറിച്ച് dx/√a² - s². ഇതേപോലെ റൂട്ടിനകത്ത് a² - s² വരികയാണ്. അതായത് ഇവിടെ രണ്ട് s²ന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വരുവാണ് എന്നപ്പോൾ തന്നെ ഓർത്താൽ സൈൻ ഇൻവേഴ്സ് x/a+c ആണ്. അപ്പോൾ ഈ ഫോർമുല എന്താണെന്ന് നിങ്ങൾ ഈ 6 ഈ പർട്ടിക്കുലർ ഫങ്ഷൻസിൻ്റെ ഈ ഇൻ്റഗ്രൽ നിങ്ങളിത് മനഃപ്പാടമാക്കി വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ തന്നെ ടൈപ്പ് 1 ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ കണ്ടെയ്ൻസ് terms of s² and constant. അതായത് ഇതിൻ്റെ നമ്മൾ എടുക്കുന്ന ഡിനോമിനേറ്ററിൽ s² കോൺസ്റ്റന്റും മാത്രമേ കാണത്തുള്ളൂ, എക്സിൻ്റെ ടേം ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് എക്സിൻ്റെ ഇപ്പം ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആകുമ്പോൾ s² കഴിഞ്ഞാൽ എക്സിൻ്റെ ടേം വരാം. ഇപ്പോൾ എക്സിൻ്റെ ടേം വരെ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ s² പിന്നെ ഒരു കോൺസ്റ്റന്റും മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു ടൈപ്പ് 1 ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഒന്നാമത്തത് ഇൻ്റഗ്രൽ dx. ഇപ്പോൾ ടൈപ്പ് 1 ഇതാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഡിനോമിനേറ്റർ കണ്ടെയ്ൻസ് ടേംസ് ഓഫ് s² ആണ്, അതായത് s² - 60. ഇവിടെ ഡിനോമിനേറ്ററിൽ s² കോൺസ്റ്റൻ്റ് മാത്രമല്ലേ ഉള്ളൂ, എക്സിൻ്റെ ടേം ഒന്നുമില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പ്രോബ്ലംസ് ഞാനിവിടെ മേലോട്ട് എഴുതുകയാണ്. ഒന്നാമത്തത് ഇൻ്റഗ്രൽ dx/√s² - 16. രണ്ടാമത്തത് ഇൻ്റഗ്രൽ ഇവിടെ 1 എന്ന് പറഞ്ഞ് വേണേൽ തുടങ്ങാം, 1/dx. ഇവിടെ 1/s² + 3 dx. മൂന്നാമത്തെ ഇൻ്റഗ്രൽ 1/49 - s² dx. അത് ഈ 3 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിനെ ബേസ് ചെയ്താണ് ഈ 6 റിസൾട്ട്, ഈ 6 ഇൻ്റഗ്രലിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഇൻ്റഗ്രൽ 1/s² - 16 dx ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഫോർമുല നിങ്ങൾ നോക്കിക്കണം. ഇത് ഏത് ഫോമിലാണ്?
റൂട്ടൊന്നുമില്ല, ഡിനോമിനേറ്റർ റൂട്ടില്ല. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് മനസ്സിലായി. എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ഇവിടെ എസ് സ്ക്വയർ മൈനസ് ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇൻ്റഗ്രൽ 1/s സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഫോമിലായി. അവിടെ എക്സ്, രണ്ടാമത് എയുടെ സ്ഥാനത്ത് എന്ത് വന്നു? 4 വന്നു. അപ്പോൾ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെയാണ് നമ്മളിവിടെ എഴുതിയത്? 1/2a. അതായത് ഇവിടെ എന്ത് വരുന്നു? ഈ കോൺസ്റ്റൻ്റ് സ്ക്വയർ വരുന്നു, അതിൻ്റെ സ്ക്വയർ റൂട്ട് എഴുതുക. അപ്പോൾ 2 × a എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. 2 × 4. പിന്നെ ലോഗ് ആ ഫോർമുല അനുസരിച്ചാണ്, ഒന്നാമത്തെ ഫോർമുല അനുസരിച്ച് ലോഗ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് സി എ മൈനസ് 4/x പ്ലസ് എയുടെ സ്ഥാനത്ത് 4 എഴുതി പ്ലസ് സി. ഇതിനെ വേണേൽ ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 1/8 ലോഗ് മോഡ് എക്സ് മൈനസ് 4/x പ്ലസ് 4 പ്ലസ് സി. ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഒന്ന് നോക്കാം. നമ്മളിങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ എസ് സ്ക്വയറിൻ്റെയും കോൺസ്റ്റൻറ്റിൻ്റെയും ടേംസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇത് വെച്ചാണ്, ഇത്രയും 6 ഫോർമുല വെച്ച് നമുക്കത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട്? നമ്മൾ ആദ്യമേ തന്നെ ഫോർമുല തിരിച്ചറിയാതെ എസ് സ്ക്വയർ മൈനസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ആ കോൺസ്റ്റൻ്റ് നമ്മളൊരു സ്ക്വയർ ആയിട്ട് എഴുതി. ഇപ്പോൾ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ള ഫോമിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതാണ്. അപ്പോൾ അതോടെ നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എയുടെ സ്ഥാനത്ത് 4 ആയതുകൊണ്ട് 1/2a, എയുടെ സ്ഥാനത്ത് നമ്മൾ 4 എഴുതി. പിന്നെ ലോഗ് മോഡ് എക്സ് മൈനസ് a/x പ്ലസ് എ, ഇവിടെ എക്സ് മൈനസ് 4/x പ്ലസ് 4 എന്ന് എഴുതി പ്ലസ് സി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/8 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിനെ ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത്, ആദ്യത്തെ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇൻ്റഗ്രൽ 3dx. ഇത് കണ്ടപ്പോൾ 3 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും നമുക്കിതിനെ എക്സ് സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ എന്ന് എഴുതാമല്ലോ, dx എന്ന് എഴുതി. അപ്പോൾ ഏത് ഫോമിലായി നോക്കി? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ്. ആദ്യത്തെ നമ്മൾ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരുന്നു, ഇവിടെ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് വന്നു. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുത്താൽ മതി? √3 കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? 1/a ആണ്. 1/aയുടെ സ്ഥാനത്ത് നമുക്ക് √3 എന്ന് കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് പിന്നെ x/a ആണ്. ഇവിടെ എക്സ് നമ്മൾ എഴുതി, എയുടെ സ്ഥാനത്ത് √3 എഴുതി പ്ലസ് സി എന്ന്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പം ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, പക്ഷേ ഡെറിവേഷൻ ആവശ്യമില്ല, ഇതിൻ്റെ റിസൾട്ട് മാത്രം നമുക്ക് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ പലതവണ പറഞ്ഞ് ഈ റിസൾട്ട് പല ആവർത്തി വായിച്ച് ഈ റിസൾട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഈ റൂട്ടിന് മാത്രം ഈ 3 ഈ റൂട്ട് ഡിനോമിനേറ്റർ റൂട്ട് വരുന്നത്, ഡിനോമിനേറ്റർ റൂട്ട് ഇല്ലാത്തതിൻ്റെ ഇത് 3 സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഈ 3 താഴത്തെ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ 1/49 മൈനസ് എസ് സ്ക്വയർ dx. കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി 49 എന്ന് പറയുമ്പോൾ എന്താ? 7 സ്ക്വയർ അല്ലേ? അപ്പോൾ 7 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഇത് ഏത് ഫോമിലാണെങ്കിൽ ഇൻ്റഗ്രൽ 1/a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ, കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല 1/2a. എയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ 7 കൊടുക്കാം. 1/2 × a എന്ന് പറയുമ്പോൾ 7 കൊടുക്കാം. പിന്നെ ലോഗ് a മൈനസ് എക്സ് ബൈ എ പ്ലസ് എക്സ് ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമ്മൾ 7 കൊടുത്തു. 7 മൈനസ് എക്സ് ബൈ 7 പ്ലസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇത് നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ 1/14 ലോഗ് മോഡ് എക്സ് 7 മൈനസ് എക്സ് ബൈ 7 പ്ലസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രലായിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1/√(s² - 16 dx. റൂട്ടിൻ്റെ ഈ ഒരു ഫോർമുലയുടെ ആപ്ലിക്കേഷനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1/√(s² + 81. 81 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9² ആണ് dx. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1/49 - s² dx. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഡിനോമിനേറ്റർ റൂട്ട് വരുന്ന, അതായത് ഈ 3 ഫോർമുലയുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ആൻസർ എടുക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1/√(s² - 16 ആണ്.
ഇപ്പോൾ 16 കണ്ടാൽ പറഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം 1/√(s²-4² എന്ന് എഴുതാമല്ലോ dx. s² 1/√(s²-a² നമ്മൾ ഫോം ചെയ്യുക നാലാമത്തെ ഇതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് എഴുതണം? അവിടെ 1/2 എന്നോ എന്നൊന്നുമില്ല. റൂട്ട് വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ലോഗയിലാണ് തുടങ്ങുന്നത്. ഈ രണ്ടെണ്ണം ലോഗ തുടങ്ങുന്നു, അടുത്തത് സൈൻ ഇൻവേഴ്സായാലും തുടങ്ങും. അപ്പോൾ ലോഗ് നമ്മളെങ്ങനെയാണ്? ലോഗ് മോഡ് x പ്ലസ് √(s²-4²) s²-a². എന്നിട്ട് മോഡ് നമ്മുടെ മോഡിൻ്റെ സിമ്പിൾ ക്ലോസ് ചെയ്യുന്നു, പ്ലസ് സി എന്ന് കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേഷൻ കൂടെ ചേർക്കും. പിന്നെ വേണേൽ നമുക്കൊന്നുകൂടെ ലോഗ് x പ്ലസ് √(s²-16) മോഡ് പ്ലസ് സി എന്ന് എഴുതാം. അപ്പം ലോഗ് മോഡ് x പ്ലസ് √(s²-16) പ്ലസ് സി നമുക്ക് എഴുതാം. ഇതേപോലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇൻ്റഗ്രൽ 1/√(s² + 81 dx ആണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 1/√(s² + 9² dx. ഇത് ഏത് ഫോമിലാണ്? 1/√(s² + a². ഇവിടെ എന്ന് പറയുന്നത് തന്നെ അതിനാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോർമുലയുടെ ആപ്ലിക്കേഷൻ. അത് നമുക്കറിയാം ലോഗയിലാണ് തുടങ്ങുന്നത്. s²ൻ്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആകുമ്പോൾ മാത്രം സൈൻ ഇൻവേഴ്സ് ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് മോഡ് x പ്ലസ് √(s² + 9² പ്ലസ് സി ആണ്. ഇനി ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ലോഗ് മോഡ് x പ്ലസ് √(s² + 81 ഇത് തന്നെയാണ് പ്ലസ് സി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് വരും. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആറാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഇൻ്റഗ്രൽ 1/√49 - s² dx. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എഴുതാം 1/√7² - s² എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് s²ൻ്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ലാസ്റ്റ് വൺ സൈൻ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ഏഴ് സ്ഥാനത്ത് 7ഉം എക്സിൻ്റെ സ്ഥാനത്ത് എക്സും തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ സൈൻ ഇൻവേഴ്സ് x/a എയുടെ സ്ഥാനത്ത് 7 ആണ്, x/7 പ്ലസ് ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഇത്രയുള്ളൂ. അപ്പം -s²ൻ്റെ കോഎഫിഷ്യന്റ് മൈനസ് വരുവാണ്. സൈൻ ഇൻവേഴ്സ് x/a + c ആണെന്ന് പ്രത്യേകം ഓർക്കുക. നമുക്ക് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏഴാമത്തെ ക്വസ്റ്റ്യനകത്ത് ഇൻ്റഗ്രൽ 3s² x6 + 1 dx. എട്ടാമത്തെ ക്വസ്റ്റ്യന് ഇൻ്റഗ്രൽ 1/√(1 + 4s² dx. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1/√(2 - x² + 1 dx. നമുക്ക് ഓരോന്നിലേക്ക് വരാം. ഇപ്പം ഏഴാമത്തെ ക്വസ്റ്റ്യൻ എടുത്താൽ ഇൻ്റഗ്രൽ 3s² x6 + 1 dx ആണ്. നമുക്കൊരു സ്ക്വയറിൻ്റെ ടേംസിൽ എഴുതിയാൽ ഇവിടെ ഡിനോമിനേറ്റർ ഒരു സ്ക്വയറിൻ്റെ ടേംസിനായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ 3s² dx. നമുക്ക് ഈ s³ സ്ക്വയർ ആയിട്ട് എഴുതാം +1² എഴുതാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്ത പോലെ ന്യൂമറേറ്ററിൽ 3s² dx ഒക്കെ വന്നതുകൊണ്ട് കൂട്ടി t = s³ എന്ന് എടുക്കും. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ dt/dx എന്ത് വരും? 3s² എന്ന് വരും. അപ്പോൾ dt എന്ന് പറഞ്ഞാൽ എന്താണ്? 3s² dx. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് dt എന്ന് അതിന് പകരം എഴുതും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ dt/s³ സ്ഥാനത്ത് നമുക്ക് t എഴുതിയാൽ t² + 1² എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് സ്ക്വയർ റൂട്ട് ഇല്ല. അപ്പോൾ ആദ്യത്തെ മൂന്നിനകത്തേ വരുകയുള്ളൂ. അതിനകത്ത്
dx/s² എന്നുള്ള ഫോമിലാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ എഴുതാം, 1/a, എയുടെ സ്ഥാനത്ത് നമുക്ക് 1 എഴുതാം. ടാൻ ഇൻവേഴ്സ് x/a ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് t വന്നുകൊണ്ട് t/1 പ്ലസ് c എന്ന് എഴുതും. 1/1 എന്ന് പറഞ്ഞാൽ ടാൻ ആണ്, ടാൻ ഇൻവേഴ്സ്. നമുക്ക് t ക്വസ്റ്റിനകത്ത് എക്സിൻ്റെ ടേംസ് ആയതുകൊണ്ട് ആൻസറിനകത്ത് എക്സിൻ്റെ ടൈം വന്നാൽ ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, s³/1 എന്ന് പറഞ്ഞാൽ s³ തന്നെയാണ്, പ്ലസ് c. ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രലായിട്ട്. ഇനി അടുത്ത് നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എട്ടാമത്തെ ക്വസ്റ്റിനകത്ത് ഇൻ്റഗ്രൽ 1/√ഓഫ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 അവസാനത്തെ 3 4s² dx. അപ്പോൾ നമുക്ക് ഈ 1 + 4s² എന്നുള്ളത് 4s² + 1 എന്ന് വേണമെങ്കിൽ എഴുതാം, തിരിച്ചെഴുതാം. കാരണം ആദ്യം നമ്മൾ x² ടേം ഒക്കെയാണ് വരുന്നത്. ഇവിടെ ഈ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം റൂട്ട് ഇവിടെ ആകുമ്പോൾ a² മൈനസ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ടേം അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ 4 ഇങ്ങ് വെളിയിൽ എടുത്താൽ s² + 1/4 എന്ന് എഴുതും. ദാറ്റ് ഈസ് 4 × s² + 1/2 the whole square എന്ന് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതിയാൽ ഇവിടെയുള്ള ഗുണം എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രൽ 1/√ഓഫ്. അപ്പോൾ ഇതിന് പകരം ഈ റൂട്ടിന് പകരം നമുക്ക് എന്താ എഴുതിയാൽ മതി, 4 × √ഓഫ്. ഇത്ര എക്സ്പ്രഷൻ പകരം നമുക്ക് 4 × s² + 1/2 the whole square എന്ന് എഴുതും. dx വരും. അപ്പോൾ ഈ റൂട്ടിനകത്ത് നമ്മളെ ഈ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ സിമ്പിളിനകത്ത് 1 + 4s² നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ആ റൂട്ടിനകത്ത് അങ്ങനെ എഴുതി. ഇനി √4 എന്ന് പറഞ്ഞാൽ വെളിയിൽ വരുമ്പോൾ എന്താ, √4 നമുക്ക് 2 എന്ന് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/2 × √ഓഫ്. ഈ 4ൻ്റെ റൂട്ട് 2 ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. എന്നിട്ട് വീണ്ടും s² + 1/2 the whole square dx എന്ന്. അപ്പോൾ ഈ 2 ഇങ്ങ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ 1/2 × ഇൻ്റഗ്രൽ dx/√ഓഫ്. ഈ 2 ഇങ്ങ് വെളിയിൽ വന്ന കാരണം √ഓഫ് s² + 1/2 the whole square. That is 1/2 × ഇത് ഏത് ഫോമിലാണെന്ന് നോക്കി, √ഓഫ് s² + a² എന്നുള്ള ഫോം ഇതാണ്. അത് നമുക്ക് എന്താ എഴുതാം, ലോഗ് മോഡ് x + √ഓഫ് s² + 1/2 the whole square പ്ലസ് c. നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. അല്ലെങ്കിൽ ഇത് 1/2 ലോഗ് x + √ഓഫ് s² + 1/4 പ്ലസ് c എന്ന് എഴുതാം. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 9ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ 1/2 - x the whole square + 1 ആണ്, √ഓഫ് ആണ്. √2 - x the whole square + 1 ആണ്. ഇവിടെ ഞാൻ 2 - x-നെ നമുക്ക് t എന്ന് പറയുന്നത് 2 - x ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ dt/dx എന്ത് വരും, -1 എന്ന് വരും. x-ൻ്റെ -1 ആണ്. അപ്പോൾ -dt എന്ന് പറഞ്ഞാൽ നമുക്ക് dx എന്ന് എഴുതാം. അപ്പോൾ dx കാണുന്നിടത്ത് നമുക്ക് -dt എന്ന് എഴുതിയാൽ ഇതിനെ അങ്ങ് എഴുതാം -dt/√ഓഫ് 2 - x നമ്മൾ എന്തായിട്ട് എടുത്ത് t എന്ന് എഴുതാം. അപ്പോൾ t² + 1² ബട്ടിനെ നമ്മൾ 1² എന്നാണ് എഴുതുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ എഴുതിയെന്ന് നോക്കി. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു x ആയിട്ട് കരുതാം, അല്ല നമ്മളത് മാറ്റി കൺവേർട്ട് ചെയ്ത് t എന്ന് എഴുതി. അപ്പം ഈ നമ്മൾ പഠിച്ച ഫോമിലേക്ക് വന്നു, √ഓഫ് s² + a² ഈ ഒരു ഫോമിലേക്ക് വന്നു. അപ്പോൾ ഈ മൈനസ് നമുക്ക് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻ്റഗ്രൽ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതിയാൽ ഇങ്ങനെ എഴുതാം, √ഓഫ് t² + 1² എന്ന് വരും. നമ്മുടെ ഫോർമുല അനുസരിച്ച് മൈനസ് √ഓഫ് s² + a² എന്താ, മൈനസ് ലോഗ് ഇവിടെ t പ്ലസ് ആണ്, √ഓഫ് t² + 1² പ്ലസ് c. That is minus log √of t²
ടി നമുക്ക് ക്വസ്റ്റിനകത്ത് ടിയിലില്ല, എക്സിലായതുകൊണ്ട് ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 2 - x പ്ലസ് റൂട്ട് ഓഫ് 2 - x ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതാം പ്ലസ് സി. അപ്പോൾ ഇതായിരിക്കും, ഇത്ര എഴുതി വെച്ചാൽ മതി. പിന്നെ വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈനസ് വന്നതുകൊണ്ട് തന്നെ കുറച്ച് സിംപ്ലിഫൈ ആയിട്ട് ഇത്രയെങ്കിലും എഴുതിയാൽ മതി. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണെങ്കിലും നമുക്ക് ഈ 6 ഫോർമുല, പർട്ടിക്കുലർ ഫോർമുല അറിയാമെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ 1/√(9 - 25x² dx. 11ാമത്തെ ക്വസ്റ്റ്യന് ഇന്റഗ്രൽ 3x dx by 1 + 2x⁴. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യന് ഇന്റഗ്രൽ s² dx by 1 - x⁶ ആണ്. നമുക്ക് ഇവിടുന്ന് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരും. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഈ റൂട്ട് ഓഫ് 9 - 25x² അല്ലെങ്കിൽ 9 - 25x² ഒന്ന് നോക്കിയാൽ ഇവിടെ ഞാൻ ഒരു 25 ഇങ്ങനെ വെളിയിലെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 9/25 - s² എഴുതും. ശരിയല്ലേ? എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 25 ക്യാൻസൽ ചെയ്തിട്ട് 9 - 25x² തന്നെ വരും. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25 × 3/5 (² - x² നമുക്ക് ഈ ഒരു ഫോമിൽ a² - s² എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്റഗ്രൽ 1/√(9 - 25x² dx ഇന്റഗ്രൽ 1/. ഇതിന് പകരം റൂട്ട് ഓഫ് 25 × 3/5 (² - s² dx ഉണ്ട്. ഇപ്പോൾ ഈ റൂട്ടിന് വെളിയിൽ 25 വരുമ്പോൾ എന്താണ്? 5 എന്ന് വരും ഇല്ല. റൂട്ട് ഓഫ് 25 5 ആണ്. അത് നമുക്കിങ്ങനെ 1/5 എന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1/3/5 (² - x² എന്ന് വരും. ദാറ്റ് ഈസ് 1/5 വരും. ഇത് ഏത് ഫോമിലാണെന്ന് നോക്കിയേ. സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് ഇല്ലാமல் ആദ്യത്തെ 3 വരും. a² - s². ഇപ്പം എന്താണ്? 1/2a. a² - s² 1/2a ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/5 ആണ്. പിന്നെ എന്താണ്? ലോഗ് മോഡ് a - x 3/5 - x by 3/5 + x + c. ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റഗ്രലായിട്ട് വരാൻ. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ എടുക്കുമ്പോൾ നമുക്ക് 1/5 ഇൻറ്റു ഇവിടെ ഈ 5 മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5/2 × 3 6 വരും. ഇൻറ്റു ലോഗ് ഇവിടെ നമുക്ക് LCM 5 ആയിട്ട് എടുക്കും. ഇവിടെ LCM 5 ആയിട്ട് എടുത്താൽ 3 - 5x ബൈ, ഇപ്പോൾ ഒരു ഡിവൈഡ് ബൈ 5 ഉണ്ട്. ഇവിടെയും ഡിവൈഡ് ബൈ 5 അത് ക്യാൻസൽ ആവും. 3 + 5x എന്ന് പ്ലസ് c മനസ്സിലായല്ലോ. കാരണം ഇവിടെ 3 - 5x ബൈ 3/5 + x എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് LC എടുക്കുമ്പോൾ ഇവിടെ ഒരു 5 വരും. 3 - 5x ഇവിടെ 3 + 5x ബൈ 5 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. നമ്മൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ അത് ക്യാൻസൽ ചെയ്തിട്ട് 3 - 5x ബൈ 3 + 5x. ഇവിടെ 5 ക്യാൻസൽ ചെയ്ത് നമുക്ക് ലാസ്റ്റ് അവസാനമായിട്ട് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ലോഗ് മോഡ് 3 - 5x ബൈ 3 + 5x പ്ലസ് c. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാനുള്ളത്. ഇനി നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ
ഇൻ്റഗ്രൽ 3x ബൈ 1 പ്ലസ് 2x⁴. അപ്പം ഞാനിതിനെ ഇങ്ങനെ ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. 3x dx ബൈ 3x dx മേഖലയുള്ള നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനേ പറ്റത്തുള്ളൂ. 1 പ്ലസ് √2s² എന്ന് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ √2s², √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ്. s²ൻ്റെ സ്ക്വയർ 4 ആകുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഞാൻ പുട്ട് t കൊടുക്കാമെന്ന് വിചാരിച്ചു. √2s² എന്ന് കൊടുക്കും. അപ്പോൾ എന്ത് വരും? dt/dx എന്താണ്? √2 × 2x എന്ന്. അപ്പോൾ നമുക്ക് dt/2 √2 എന്ന് പറഞ്ഞാൽ എന്താണ്? dt/2 √2 = x dx എന്ന് വരും. അപ്പം x dx-ന് പകരം നമുക്ക് എന്ത് എഴുതാം? dt/2 √2 എന്ന് വരും. ഇനി 3x കൂടെ വരണമെന്നുണ്ടെങ്കിൽ എന്ത്? 3dt/2 √2 എടുക്കാമെങ്കിൽ 3x dx എന്ന് കിട്ടും. അപ്പം ന്യൂമറേറ്ററിന് പകരം നമുക്ക് ഇനിയിപ്പം 3dt/2 √2 എന്ന് എഴുതാം. അപ്പോൾ ഇനി ടിയുടെ ടേംസ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നെങ്കിൽ ഇൻ്റഗ്രൽ ഇത് 3dt/2 √2 ഇൻറ്റു ഇതിനെ 1 പ്ലസ് t² എന്ന് എഴുതാം. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1² എന്ന് തന്നെ എഴുതാം. ഈ 1നെ 1² എന്ന് എഴുതാം, t² എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് a² + s² എന്നുള്ള ഫോമിലായി. ഇവിടെ സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് a² + s² ഈ ഒരു ഫോമിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ 3/2 √2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ dt/ ഇതിനെ നമുക്ക് t² + 1² എന്ന് എഴുതാം. ദാറ്റ് ഈസ് 3/2 √2 ഇൻറ്റു dt/s² + a² എന്നുള്ള ഫോമിൽ വന്നുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 1/a. ഇവിടെ 1/a എന്ന് പറയുമ്പോൾ എന്താ? 1/1 ആണ്. tan ഇൻവേഴ്സ് x/a ആണ്. x/1 ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് t ആയതുകൊണ്ട് t/1 + c. ദാറ്റ് ഈസ് 3/2 √2 tan ഇൻവേഴ്സ് t/1 എന്ന് പറഞ്ഞാൽ t മാത്രമേ ഉള്ളൂ. t എന്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? √2s² ആണ്. /1 എന്ന് എഴുതുന്നില്ല, പ്ലസ് c. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ്റഗ്രൽ s² dx 1 - x�6. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ 1² - ഒരു ടേമിൻ്റെ സ്ക്വയറായിട്ട് എഴുതി നമുക്ക് എങ്ങനെ എഴുതാൻ? ഡിനോമിനേറ്റർ നമുക്ക് ഈ ഒരു ഫോമിൽ വരണം. അപ്പോൾ a² - s² എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇൻ്റഗ്രൽ s² dx അതുപോലെ തന്നെ എഴുതി. താഴെ നമുക്ക് 1² - s³ എന്ന് എഴുതും. ഇനി നമ്മൾ ഇവിടെ പുട്ട് t = s³ കൊടുക്കാൻ നമുക്ക് എന്ത് വരും? dt/dx 3s² എന്ന് വരും. അപ്പോൾ dt/3 എന്ത് വരും? s² dx എന്ന് വരും. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് കിട്ടി. ടിയുടെ ടേംസ് എഴുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് dt/3 എന്ന് എഴുതാം. ഇത് 1² - s³ എന്ന് പറഞ്ഞാൽ എന്താണ്? t ആണ്. അപ്പോൾ t² എന്ന്. അപ്പോൾ ഈ 1/3 നമുക്ക് ഇങ്ങനെ കോൺട്രാക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ dt/1² - t². വാട്ട് ഈസ് ഇൻ്റഗ്രൽ dx/ ഇപ്പോൾ ഒരു ഫോമിൽ ഏത് ഫോമിലാണെന്ന് നോക്കിയാൽ a² - s² എന്നുള്ള ഫോമിൽ ഇതാണ് ഈ ഫോമിൽ വന്നത്. ഇവിടെ എന്ന് പറയുന്നത് 1ഉം x എന്ന് പറഞ്ഞാൽ t-യുമാണ്. അപ്പോൾ 1/3 ഇൻറ്റു അതിൻ്റെ ഫോർമുല എന്താ? 1/2 × 1 log a - x 1 - t/1 + t പ്ലസ് c എന്ന്. ഇനി ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുമ്പോൾ നമുക്ക് എക്സിൻ്റെ ടേംസ് വരും. ഇത് 1/6ഉം 1/6 വരും. log 1 - ടിയുടെ സ്ഥാനത്ത് നമുക്ക് s³ എന്ന് എഴുതാം. 1 + s³ + c. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 6 റിസൾട്ട്സ് ഓർത്തിരുന്നെങ്കിൽ ഈ ആദ്യത്തെ 3 ഒരു ഗ്രൂപ്പായിട്ടോ അടുത്ത 3 മറ്റൊരു ഗ്രൂപ്പായിട്ടോ ഡിനോമിനേറ്റർ സ്ക്വയർ റൂട്ട് വരുന്ന, ഇവിടെ ഡിനോമിനേറ്റർ സ്ക്വയർ റൂട്ട് ഇല്ല,
എസ് സ്ക്വയറിൻ്റെയും കോൺസ്റ്റൻ്റെയും സ്ക്വയർ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഈ 6 ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അടുത്ത 13th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ -1/√(s²-1). നമ്മളിവിടെ പഠിച്ച ഫോമിൽ ഇവിടെ എല്ലാം നമുക്ക് ന്യൂമറേറ്ററിലെ 1 dx എന്നായിരുന്നു വരേണ്ട, ഇവിടെ 1 അല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എന്താ, x/dx/√(s²-1) -1 dx. അതായത് ഇവിടെ വെച്ച് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിന് ഡിനോമിനേറ്റർ കൊടുക്കുന്നിടത്ത് ഇതിനും ഡിനോമിനേറ്റർ കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ന്യൂമറേറ്റർ 1 ആയി. അപ്പോൾ നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ പിന്നെ എന്താണ് സംഭവിച്ചതെന്നെങ്കിൽ നമ്മളിപ്പം d/dx ഓഫ് s² -1 ആണെങ്കിൽ നമുക്ക് അതിനകത്ത് 2x ആണ് കിട്ടാൻ പോകും. അപ്പോൾ താഴത്തെ കറക്റ്റ് ഡിഫറൻസിയേഷൻ മേടി വരാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു 2ൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മളവിടെ 2 ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2x dx √(s² -1) എന്ന് എഴുതിയാൽ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 1/2 ഇൻറ്റു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എഴുതും. അപ്പോൾ ഈ 2 കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ x തന്നെ വരികയും ചെയ്യും. അടുത്തത് ഇതിന് നമ്മൾ എഴുതിയ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റിയുടെ കറക്റ്റ് ഡിഫറൻസിയേഷൻ മേളിൽ വന്ന് നമുക്ക് 2 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ എഴുതി. അടുത്ത -1/1 dx/√(s² -1² എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫോമിൽ വന്നു √(s² -a² എന്നുള്ള ഫോമില. ഇപ്പോൾ രണ്ടും ഇൻ്റഗ്രബിൾ ഫോമിലാണ്. നമ്മളിങ്ങനെ പഠിച്ചായിരുന്നു, ഇൻ്റഗ്രൽ f'(x/√(f(x) എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുന്നത്, 2 ടൈംസ് √(f(x). താഴെ വരുന്നതിൻ്റെ കറക്റ്റ് 2 ടൈംസ് എഴുതുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയാൽ 1/2 ഇൻറ്റു 2 ടൈംസ് 1/2 ഇൻറ്റു ഇതിൽ 2 ടൈംസ് നമ്മൾ അങ്ങോട്ട് എഴുതും, 2 ടൈംസ് s² -1. കാരണം എന്താ, ഈ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റിയുടെ കറക്റ്റ് ഡിഫറൻസിയേഷനാണ് ന്യൂമറേറ്ററായിട്ട് വന്നിരിക്കുന്നത്, മൈനസ്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ ന്യൂമറേറ്റർ 1 ആയതുകൊണ്ട് 1 dx ആയതുകൊണ്ട് s² -a² ആദ്യത്തെ ഫോർമുല തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണ്, 1/2a എന്ന് പറയുന്ന 1 ആണ്. log x - a/x + a, എയുടെ സ്ഥാനത്ത് നമ്മൾ 1 ആണ് എഴുതുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതി, 2 ക്യാൻസൽ ചെയ്ത √(s² -1) -1/2 log mod x - 1/x + 1 + c. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. നമുക്ക് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ് 14th ക്വസ്റ്റ്യൻ, അതോടൊന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം ന്യൂമറേറ്റർ 2 ടേംസ് ആണല്ലോ, 2 ടേംസിന് സമ്മായിട്ട് വന്നിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് x + 2 dx/√(s² -1) ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ x dx. ഇതിൻ്റെ ആദ്യത്തെ ടേം എടുക്കുന്നു, ഡിനോമിനേറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ പ്ലസ് ആണ്, നമ്മളുടെ മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് 2 ഇൻറ്റു 2 ടൈംസ് എന്ന് പറഞ്ഞാൽ എഴുതാം dx/√(s² -1). ഇതിപ്പോൾ s² -a² എന്നുള്ള പഴയ ഫോമിൽ തന്നെയാണ്. ഇവിടെയും കറക്റ്റ് s²ൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 2x ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു 2x dx. ഇവിടുത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, √(s² -1) + 2 ടൈംസ് ഇൻ്റഗ്രൽ dx/√(s² -a² എന്നുള്ള ഫോം നമ്മൾ എഴുതി. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു താഴത്തെ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റിയുടെ കറക്റ്റ് ഡിഫറൻസിയേഷൻ മേളിൽ വന്നുകൊണ്ട് 2 ടൈംസ് ഡിനോമിനേറ്റർ + 2 ഇൻറ്റു ഇവിടെ 1/√(, ഇവിടെ ലോഗാണ്. അതുപോലെ മുമ്പിലത്തെ 13ാമത്തെ ക്വസ്റ്റ്യനാണ്. അതിലെ റൂട്ടായിരുന്നു നമുക്കിവിടെ വരേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ നമുക്ക് എഴുതിയാൽ x - 1 ആയിരുന്നു 13ാമത്തെ ക്വസ്റ്റ്യൻ, x - 1 dx വന്നു. അപ്പോൾ നമുക്കിതിനെ x dx -1 dx ഇങ്ങനെ എഴുതിയാൽ 13ാമത്തെ ക്വസ്റ്റ്യനെ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിയാൽ
റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇങ്ങനെ എഴുതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഫോർമുല എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നത് ഇതാണ് ഫോർമുല. റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 2 ടൈംസ് എന്ന് തന്നെ എഴുതാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 ടൈംസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ ഫോർമുലയാണ് നമ്മൾ ഇതാണ് ഉപയോഗിച്ചത്. ഇതാണ് ഫോർമുലയായിട്ട് വരുന്നത്. അപ്പോൾ എന്താ എഴുതുന്നത്? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് സി എന്ന് എഴുതും. അപ്പോൾ ഇതെന്ത് വരും? 2 ക്യാൻസൽ ചെയ്ത് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 2 ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 പ്ലസ്. ഇതാണ് 13ാമത്തെ ആൻസർ ആയിട്ട് വരും. നമ്മളിവിടെ ഈ ഒരു ഫോർമുലയാണ് ഉപയോഗിച്ചത്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഫോർമുല. അപ്പോൾ അതുപോലെ തന്നെ 14ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കി. ഇവിടെ എക്സ് പ്ലസ് 2 ആണ്, എക്സ് പ്ലസ് 2 ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് 2 ഇൻറ്റു. അപ്പോൾ ഇവിടെയും ഫോർമുലയ്ക്കൊന്നും വ്യത്യാസമില്ല. ഇവിടെ വരെ കറക്റ്റായിട്ട് തന്നെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എക്സ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് 1/2 ഇൻറ്റു. താഴെ തന്നെ കറക്റ്റ് ഡിഫറൻസിയേഷൻ മേളിൽ വന്നുകൊണ്ട് 2 ടൈംസ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു. ഇവിടെ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ്? ലോഗ് എക്സ് പ്ലസ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് ഈ ക്വാണ്ടിറ്റി തന്നെ എസ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് സി എന്ന് എഴുതും. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? എസ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 ലോഗ് ഇത് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 പ്ലസ് സി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് 14ാമത്തെ ആൻസർ ആയിട്ട് വരും. ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഇങ്ങനെ ടേംസ് 2 എണ്ണം വരികയാണ്, 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേണം എഴുതാൻ. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ എസ് സ്ക്വയർ ഡി എക്സ് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 6 പ്ലസ് എ റേസ് ടു 6 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഇതിനെ റൂട്ട് ഓഫ് എസ് ക്യൂബ് സ്ക്വയർ പ്ലസ് എ ക്യൂബ് സ്ക്വയർ. കാരണം എന്താണ്? എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ എക്സിൻ്റെ ഒരു ടേംസിൽ സ്ഥാനത്ത് നമുക്ക് എക്സ് ക്യൂബ് വന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? പുട്ട് ജി ഇസ് ഈക്വൽ എസ് ക്യൂബ് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. മറ്റേ രീതിയിൽ ഇത് ചെയ്യാൻ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്ത് വരും? 3 എസ് സ്ക്വയർ. അപ്പോൾ ഡി ടി ബൈ 3 എന്ത് വരും? എസ് സ്ക്വയർ ഡി എക്സ് വരും. അപ്പോൾ ന്യൂമറേറ്റർ ആയില്ലേ എസ് സ്ക്വയർ ഡി എക്സിന് വരെ നമുക്ക് ഡി ടി ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഡി ടി ബൈ 3 ഇൻറ്റു റൂട്ട് ഓഫ് എസ് ക്യൂബ് കാണുന്നത് നമുക്ക് ടി എഴുതിയാൽ ടി സ്ക്വയർ പ്ലസ് എ ക്യൂബ് സ്ക്വയർ. എ ക്യൂബ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അപ്പോൾ ഏത് ഫോമിലാണെന്ന് നോക്കിയത്? 1/3 ഇൻ്റഗ്രൽ ഡി ടി ബൈ റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എ ക്യൂബ് സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ഈ ഒരു ഫോമാണ്. ഇത് തമ്മിൽ തെറ്റിപ്പോയത്. റൂട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ലോഗ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിൽ വന്നു. ഇവിടെ എയുടെ സ്ഥാനത്ത് എ ക്യൂബ് വന്നു എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ലോഗ് മോഡ് ടി പ്ലസ് എസ് സ്ക്വയർ ആണ് എക്സ് എന്ന് എഴുതും. അപ്പോൾ ടി സ്ക്വയർ ആണ് ടി എന്ന് എഴുതും. റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് എ ക്യൂബ് സ്ക്വയർ പ്ലസ് സി എന്ന് എഴുതും. ദാറ്റ് ഈസ് 1/3 ലോഗ്. നമുക്ക് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ക്യൂബ് പ്ലസ് റൂട്ട് ഓഫ് എസ് ക്യൂബിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? എസ് ക്യൂബിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 6 ഇത് എ റേസ് ടു 6 തന്നെയാണ് പ്ലസ് സി എന്നത്. ടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ തന്നെ എസ് ക്യൂബാണ്. അപ്പോൾ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ക്യൂബിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് റേസ് ടു 6. നമ്മൾ ഒറ്റയടിക്കോട്ടെ ടെസ്റ്റബിൾ ടി സ്ക്വയർ എക്സ് റേസ് ടു 6 എന്ന് തന്നെ എഴുതുകയും